നമസ്കാരം. ഇന്ന് കർക്കിടകം 8 അധ്യാത്മരാമായണം ബാലകാണ്ഡത്തിൽ നിന്നും സീതാസ്വയംവരം എന്ന ഭാഗമാണ് പാരായണം ചെയ്യുന്നത്. ജനകന്റെ രാജ്യമായ മിഥിലാപുരി, അവിടെ അദ്ദേഹത്തിൻ്റെ മകളായ സീതയ്ക്ക് അനുയോജ്യനായ വരനെ കണ്ടുപിടിക്കുകയാണ്. അതിനുവേണ്ടി ഒരു മത്സരം നടക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ഒരു ശൈവചാപം ജനകന്റെ കയ്യിലുണ്ട്. അതിനെ ആര് കുലയ്ക്കുന്നുവോ അവരെ സീതാദേവി വരിക്കുന്നതായിരിക്കും. കേമന്മാരായ രാജാക്കന്മാരെല്ലാം ശ്രമിച്ചിട്ടും കുലയ്ക്കാൻ പോയിട്ട് ഉയർത്താൻ പറ്റാത്ത വിഷമം എല്ലാവരുടെയും മുഖത്ത് കാണാം. ഇനി ഇതിനാർക്ക് കഴിയുമെന്ന് വിഷമിച്ചു നിന്ന ജനകന്റെ മുമ്പിലേക്ക് രാമലക്ഷ്മണന്മാരോടൊത്ത് വിശ്വാമിത്രൻ ആഗതനായി. മത്സരത്തെപ്പറ്റി അറിഞ്ഞ ശ്രീരാമൻ വില്ലെടുത്ത് കുലയ്ക്കാൻ ശ്രമിക്കുകയും അദ്ദേഹത്തിൻ്റെ ബലം താങ്ങാനാവാതെ അതിഭയങ്കര ശബ്ദത്തിൽ വില്ല് രണ്ടായി ഒടിയുകയും ചെയ്തു. ആ ശബ്ദം ഈ 7 ലോകങ്ങളിലും മാറ്റൊലി കൊണ്ട് ജനകൻ ശ്രീരാമനെ ആലിംഗനം ചെയ്തു. ഇടിവെട്ടുപോലെ വില്ലുമുറിഞ്ഞ ഒച്ച കേട്ട് രാജാക്കന്മാർ പാമ്പുകളെ പോലെ നടുങ്ങി. സീതാദേവി മയിൽപേടയെ പോലെ സന്തോഷം കൊണ്ട് കരിംകൂവളപ്പൂക്കൾ കൊണ്ടുള്ള മാല ആദ്യം ശ്രീരാമന്റെ കഴുത്തിലിട്ടു. ജനക മഹാരാജാവിൻ്റെ ദൂതന്മാർ സാകേതത്തിലെത്തിയ ഉടനെ ദശരഥൻ പരിവാരങ്ങളോടെ പുറപ്പെട്ടു. ദശരഥന്റെ കൈ പിടിച്ചുകൊണ്ട് ജനകൻ പറഞ്ഞു, എനിക്ക് 4 പുത്രിമാരുണ്ട്, താങ്കൾക്ക് 4 പുത്രന്മാരും. അതുകൊണ്ട് അവരുടെ വിവാഹത്തെക്കുറിച്ചും ആലോചിക്കാൻ മറക്കേണ്ട. വൈകാതെ മനോഹര മണ്ഡപം പണിതു. മുത്തുമാലകളും പുഷ്പഫലങ്ങളും കൊണ്ട് അവ അലങ്കരിച്ചു. സീതയെ ജനകൻ രാമന് നൽകി. ഊർമിളയെ ലക്ഷ്മണനും ശ്രുതകീർത്തിയെ ഭരതനും മാണ്ഡവിയെ ശത്രുഘ്നനും വിവാഹം ചെയ്തു കൊടുത്തു. എല്ലാവരോടും യാത്ര പറഞ്ഞ് അവർ അയോധ്യയിലേക്ക് തിരിച്ചു. ഈ കഥാസാരാംശമാണ് സീതാസ്വയംവരം എന്ന ഭാഗത്ത് നമുക്ക് കാണാനാവുന്നത്. സീതാസ്വയംവരം എന്ന ഭാഗം ശ്രവിക്കാം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ബാലകന്മാരെ പോകമിഥിലാപുരിക്കു നാം കാലവും വൃഥാ കളഞ്ഞിടുകയരുതല്ലോ. യാഗവും മഹാദേവചാപവും കണ്ടു പിന്നെ വേഗമോടയോധ്യയും പൊക്കുതനെ കാണാം. ഇത്തരമരുൾ ചെയ്തു ഗംഗയും കടന്നവർ സത്വരം ചെന്നു മിഥിലാപുരമകം പുക്കു. മുനിനായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനിവാടം പ്രാപിച്ചിതെന്നതു കേട്ട നേരം മനസ്സി നിറഞ്ഞൊരു പരമാനന്ദത്തോടും ജനകമഹീപതി സംഭ്രമസമന്വിതം പൂജാസാധനങ്ങളുമെടുത്തു ഭക്തിയോടും ആചാര്യനോടും ഋഷിവാടം പ്രാപിച്ച നേരം ആമോദപൂർവം പൂജിച്ചാചാരം പൂണ്ടു നിന്ന രാമലക്ഷ്മണന്മാരെ കാണായി നൃപേന്ദ്രനും ചന്ദ്രസൂര്യന്മാരെന്ന പോലെ ഭൂപാലേശ്വര നന്ദനന്മാരെ കണ്ടു ചോദിച്ചു നൃപേന്ദ്രനും. കന്ദർപ്പൻ കണ്ടു വന്ദിച്ചേടിന ജഗദേക സുന്ദരന്മാരാമിവരാ
കേട്ടരുൾ ചെയ്തിടിനാൻ. വിശ്വസിച്ചാലും മമ വാക്യം നീ നരപതേ. വീരനാം ദശരഥൻ തന്നുടെ പുത്രന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠനിവൻ, ലക്ഷ്മണൻ മൂന്നാമവൻ. എന്നുടെ യാഗം രക്ഷിച്ചിടുവാനിവരെ ഞാൻ ചെന്നു കൂട്ടിക്കൊണ്ടുപോന്നിടിനേനിതു കാലം. ഇത്തരം വിശ്വാമിത്രൻ തന്നുടെ വാക്യം കേട്ടു സത്വരം ജനകനും പൂജിച്ചു വഴി പോലെ. സത്കാരയോഗ്യന്മാരാം രാജപുത്രന്മാരെ കണ്ടുൾക്കുരുന്നിങ്കൽ പ്രീതി വർദ്ധിച്ചു ജനകനും. തന്നുടെ സചിവനെ വിളിച്ചു നിയോഗിച്ചാൻ, ചെന്നു നീ വരുത്തേണമീശ്വരനുടെ ചാപം എന്നതു കേട്ടു മന്ത്രിപ്രവരൻ നടകൊണ്ടാനന്നേരം. ജനകനും കൗശികനോടു ചൊന്നാൻ, രാജനന്ദനായ ബാലകൻ രഘുവരൻ, രാജീവ വിലോചനൻ സുന്ദരൻ ദാശരഥി. വില്ലിതു കുലച്ചുടൻ വലിച്ചു മുറിച്ചീടിൽ, വല്ലഭനിവൻ മമ നന്ദനക്കെന്നു നൂനം. എല്ലാം ഈശ്വരനെന്നേ ചൊല്ലാവതെനിക്കിപ്പോൾ, വില്ലിഹ വരുത്തിയിടുകെന്നരുൾ ചെയ്തു മുനി. കിങ്കരന്മാരെ നിയോഗിച്ചിതു മന്ത്രീന്ദ്രനും, ഹുങ്കാരത്തോടു വന്നു ചാപവാഹകന്മാരും. സത്വരമയ്യായിരം കിങ്കരന്മാരും കൂടി മൃത്യുശാസന ചാപമെടുത്തു കൊണ്ടുവന്നാർ. ഖണ്ഡാസഹസ്രമണി വസ്ത്രാദിവിഭൂഷിതം കണ്ടാലും ത്രയംബകമെന്നതു മന്ത്രീന്ദ്രനും. ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ടു രാമചന്ദ്രനുമാനന്ദമുൾ കൊണ്ടു വന്ദിച്ചിടിനാൻ. വില്ലെടുക്കാമോ കുലച്ചിടാമോ വലിക്കാമോ ചൊല്ലുകെന്നതു കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ. എല്ലാമാകുന്നതു ചെയ്താലും മടിക്കേണ്ട, കല്യാണമിതു മൂലം വന്നു കൂടിയിടുമല്ലോ. മന്ദഹാസവും പൂണ്ടു രാഘവനതു കേട്ടു മന്ദം മന്ദം പോയി ചെന്നു നിന്നു കണ്ടിതു ചാപം. ജ്വലിച്ച തേജസ്സോടുമെടുത്തു വേഗത്തോടെ കുലച്ചോ വലിച്ചുടൻ മുറിച്ചിതു ജിതശ്രമം. നിന്നരുളുന്ന നേരമേരേഴു ലോകങ്ങളും ഒന്നു മാറ്റൊലിക്കൊണ്ടു വിസ്മയപ്പെട്ടു ജനം. പാട്ടുമാട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയും ഓരോ കൂട്ടമേ, വാദ്യങ്ങളും മംഗലസ്തുതികളും ദേവകളൊക്കെ പരമാനന്ദം പൂണ്ടു ദേവദേവനെ സ്തുതിക്കയും അപ്സര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈക്കൊണ്ടു വിശ്വേശ്വരനുടെ വിവാഹോത്സവാരംഭഘോഷം കണ്ടു കൗതുകം പൂണ്ടാർ. ജനകൻ ജഗൽ സ്വാമിയാകിയ ഭഗവാനെ ജനസംസതി ഗാഢാശ്ലേഷവും ചെയ്താനല്ലോ. ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാരുരകങ്ങളെപ്പോലെ. മൈഥിലി മയിൽപേടയെ പോലെ സന്തോഷം പൂണ്ടാൾ. കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനും. മൈഥിലി തന്നെ പരിചാരികമാരും നിജമാതാക്കന്മാരും കൂടി നന്നായി ചമയിച്ചാർ. സ്വർണവർണ്ണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളുമണിഞ്ഞു ശോഭയോടെ. സ്വർണമാലയും ധരിച്ചാദരാൽ മന്ദം മന്ദമർണോ
സരോജനേത്രൻ മുമ്പിൽ സത്രപം വിനീതയായി വന്നുടൻ നേത്രോൽപലമാലയുമിട്ടാൾ മുന്നേ പിന്നാലെ വരണാർത്ഥമാലയുമിട്ടിടിനാൾ മാലയും ധരിച്ചു നീലോൽപലകാന്തി തേടും ബാലകൻ ശ്രീരാമനുമേറ്റവും വിളങ്ങിനാൻ മാലയും ധരിച്ചു നീലോൽപലകാന്തി തേടും ബാലകൻ ശ്രീരാമനുമേറ്റവും വിളങ്ങിടിനാൻ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ.